വേണ്ട വേണ്ട, നിന്ന് പരിങ്ങണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. വാ അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഇവിടെ വരെ വന്നതിന് ഒരു ഭൂകമ്പത്തിനുള്ള കാരണമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ റസിയാനെ പോലെ ഒരു പാവല്ലാത്തോണ്ട് ഒന്നും വിലപ്പോകില്ലെന്ന് മാത്രം. അല്ലാതെ ജീവിക്കാൻ കഴിയില്ല റസിയ. ഭർത്താവിന്റെ മരണശേഷം ഇനിയൊരു കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഞാൻ. പിന്നെ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീട്ടുകാരുടെ വേവലാതി, അവരുടെ നിർബന്ധം, ഇതെല്ലാം കൊണ്ട് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കുകയായിരുന്നു. ഇവിടെ പരമസുഖം. റസിയ കുറെ അനുഭവിച്ചല്ലേ? ഞാനിവിടെ വന്നു കയറിയ നാളുകളിൽ തന്നെ റസിയെക്കുറിച്ച് പഠിച്ചു. കാര്യവും കാരണങ്ങളും മനസ്സിലാക്കി. റസിയയുടെ അവസ്ഥ വരാതിരിക്കാൻ പ്രതികരിക്കാനും പഠിച്ചു. ആദ്യമൊക്കെ റസിയെക്കുറിച്ച് ഓർക്കുമ്പോ സങ്കടമായിരുന്നു. എന്നാ ഇപ്പൊ സന്തോഷം തോന്നുന്നു. നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. റസിയയുടെ സന്തോഷങ്ങൾ എന്നോടും എന്റെ സങ്കടങ്ങൾ റസിയോടും പങ്കുവയ്ക്കാൻ ഞാൻ ഇനിയും ഇവിടെ വരും. ആരും തടയില്ല. ഇനി നീ എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയല്ല, എന്റെ പ്രിയ കൂട്ടുകാരിയാണ്, എന്റെ കൂടപ്പിറപ്പാണ്. ഒന്നുകിൽ ആ വീട്ടിലുള്ളവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അല്ലെങ്കിൽ ഞാനും റസിയെ പോലെ ഷാഹിന, എന്തിനുള്ള പുറപ്പാടാ? ചോദിച്ചു കേട്ടില്ലേ എന്തിനുള്ള പുറപ്പാടാന്ന്? മനസ്സിലായില്ല. എന്താ കളിയാക്ക? എന്തിനാ ഒരുമ്പെട്ടവളെ കാണാൻ പോയത്? പാവല്ലേ ഉമ്മ റസിയ? ഓളെ പാവത്തരൊക്കെ ഞങ്ങൾക്കറിയാം. എന്തിനാ അവളെ കാണാൻ പോയതെന്ന് പറയും. നിർബന്ധാണെങ്കി പറയാം. എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എന്തേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓളെ ഏഷണിയും കേട്ട് വന്നിട്ട് ഇവിടെ ഉള്ളവരോട് വക്കാണത്തിന് ഒരുമ്പെട്ടുണ്ടല്ലോ. കദീസാന്റെ തനി കൊണ അറിയൂ. അതിനെ അറിയാനൊന്നുമില്ല എന്റെ പൊന്നുമ്മ. നിങ്ങൾക്ക് മാത്രല്ല, നിങ്ങളുടെ ഈ മോക്കും നിങ്ങളുടെ മോനും എന്തുമാത്രം ഗുണമുണ്ടെന്നും എനിക്കറിയാം. അധികം ചീറണ്ട. ഇന്റെ മുമ്പിൽ ഒന്നും അധിക കാലം ഒളിച്ചു വെക്കാൻ പറ്റില്ല. എന്തിന്റെ പേരിലാ നിങ്ങൾ റസിയാനെ കാണണ്ടെന്ന് പറഞ്ഞത്? ഹോളിങ്ങളെ മോന്റെ ആദ്യ ഭാര്യ ആയതുകൊണ്ടോ? ഇതൊന്നും ഒരിക്കലും ഞാൻ അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കഷ്ടം. ഹോള് പറയാതെ തന്നെ നിങ്ങളെ പറ്റിട്ട് മുഴുവനായിട്ട് എനിക്കറിയാം. അനക്ക് എന്താണ്ടി അറിയാ? ഇനി എന്റെ കുടുംബത്തിനെ പറ്റി ഇന്നലെ കയറി വന്ന അനക്ക് എന്താണ്ടി അറിയാ? അന്റെ ചൊറുക്ക് കണ്ടിട്ടോ എന്റെ മനാഫിന് വേറെ പെണ്ണിട്ടായിട്ടല്ല എന്നെ കെട്ടിയെടുത്തത്. പിന്നെ സ്ത്രീധനം കണ്ടിട്ടാ? കൊറേ കായുണ്ടായോണ്ട് കാര്യമില്ല, സ്വഭാവ ഗുണം വേണോ? അതെനക്ക് ഇല്ലാത്തോണ്ടാ എന്റെ ആദ്യത്തെ കെട്ടിയോ നേരത്തെ മയ്യത്തായിരുന്നു. എന്റെ മോനും കൂടി പൊളിപ്പിച്ചെടുത്താലോ ഈ അടങ്ങുള്ളൂ. ഒരു പെണ്ണിന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് അവളുടെ കെട്ടിയോ മയ്യത്താവണെങ്കിലേ ഉമ്മാക്കും ഉണ്ടാവല്ലോ ഈ പറഞ്ഞ സ്വഭാവ ഗുണം. ഇവിടുത്തെ ഉപ്പാനെ നേരത്തെ പറഞ്ഞയച്ചില്ലേ? എന്തടി ചാച്ചത്? കൊരക്കല്ലേ നാത്തൂനെ. ഈ സ്വഭാവ ഗുണം കൊണ്ട് കെട്ടിച്ച് വീട്ടിൽ നിൽക്കാതെ കെട്ടും കെട്ടി പോന്നത് നന്നായി. അതുകൊണ്ട് ആ മനുഷ്യനെങ്കിലും രക്ഷപ്പെട്ടു. നിർത്തടി, നാക്കിനെല്ലാന്ന് കരുതി തോന്നിയത് വിളിച്ചു പറഞ്ഞു. ഈ വീട്ടിൽ സ്വൈര്യം വേണ്ടാന്ന് തന്നെ തീരുമാനിച്ച എല്ലാരും കൂടി. എല്ലാരും കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട. എന്റെ കെട്ടിയോളോട് ചോദിച്ചോക്ക്. ഓരമ്പട്ട ജാതികള് ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനായിട്ട് പോയി തെരഞ്ഞു പിടിച്ചോന്നല്ലോ ഓളെ. നിങ്ങളൊക്കെ കൂടി നോക്കിയെടുത്ത തന്നെയല്ലേ? അതൊരു ഒരുമ്പട്ടോളാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉമ്മാക്ക് തന്നെയാണ്. ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഉമ്മ എന്നെ കൊണ്ടുവരികയും ചെയ്തു, ഉമ്മ എന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇനി ഇതിനെപ്പോഴാ മൊയ്യല്ലണ്ടേ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിന്നുതരാ. എന്നിട്ട് അടുത്ത ഒരുമ്പട്ടോളം അങ്ങോട്ട് കൊണ്ടുവരാ. എന്തേ മതിയോ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. മകള് നല്ലോളും മരുവോളം ഒരുമ്പട്ടോളം നിങ്ങളെ വിചാരണ്ടല്ലോ, അതാദ്യം നിങ്ങൾ മാറ്റണം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ പറയണതിന് എന്തെങ്കിലും എതിരായിട്ട് ഇതുവരെ ഞാൻ പ്രവർത്തിക്കണോ? ഇനി അങ്ങനെ വേണോന്ന് ഞാനും ചിന്തിക്കട്ടെ. മോനെ കാരണം പോയിക്കോളിന്റെ മുന്നിന്ന്. ഞാൻ പോവാ. അനക്കും അന്റെ കെട്ടിയൊക്കെ ഒരു ഭാരമായിട്ട് ഞാനിവിടെ നിക്കണില്ല. ഈ ഒന്ന് മാത്രല്ല എനിക്ക് സ്വന്തക്കാരായിട്ടുള്ളത്. അനക്ക് ഇനി ഇങ്ങനെ ഒരു ഉമ്മല്ല. എനിക്ക് മനാഫെന്നും പറഞ്ഞൊരു മോനും ഇല്ല. ഈ അന്റെ കെട്ടിയോളം കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ? ഞാൻ ഈ പടി ഇറങ്ങാൻ പോവാ. ഞാൻ പോവാ. ഉമ്മ ഉമ്മ, ഞാൻ
പറയുന്നൊന്ന് കേക്കുമ്മ. വിടടി, പോവില്ലുമ്മ. വിട്. ആ ഒരുമ്പട്ടോളം ഞാൻ ഇവിടെ പറയുന്നത് ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ പോവില്ലേ? നിൽക്കൂല. പോവില്ലുമ്മ. പോവാഞ്ഞ്. വിട്, വിട് എന്നെ. പോവില്ലേ? വിടാൻ. വിട്. കാര്യം അറിയാതെ ഉമ്മാനെ പടിയിറക്കി വിട്ട് നീ അനുഭവിക്കടാ. കാര്യം ഈ അന്വേഷിച്ചില്ലല്ലോ. എന്നാ കേട്ടോ, എന്നിട്ട് ഈ എന്നെ ഒരു തീരുമാനം എടുക്ക്. അന്റെ കെട്ടിയോളിന്ന് റസിയാനെ കാണാൻ പോയി. രണ്ടാളിപ്പോ വലിയ ചങ്ങാഴ്ചകളാ. രണ്ടും കൂടെ ഒരു 1.5 മണിക്കൂർ കുശൂഷിക്കണ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. അതൊന്ന് ചോദിച്ചേനെ ഈ ഉമ്മാനെ. ഞാനും പോവന്റെ ഉമ്മാന്റെ പോ. ഉമ്മ, ഉമ്മ അവിടേക്ക് ഞാനും വരുന്നേ. ഉമ്മ എടീ, അന്റെ തറവാട്ടിൽ കുറെ പണം ഉണ്ടെന്നില്ല എന്റെ അഹങ്കാരം അവിടെ കാണിച്ചാണ്ടല്ലോ. എന്തെങ്കിലും ചോദിക്കുമ്പോ കൂമന്റെ മാതിരിയിൽ അന്റെ ഈ നോട്ടണ്ടല്ലോ, അതൊരു മാതിരി മനസ്സിനെ കളിയാക്കാനുള്ള പരിപാടിയാന്ന് എനിക്കറിയാം. ചോദിക്കണേന് തൊള്ള തുറന്ന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ അതിന്. ചോദിച്ചാ മറുപടി പറയാം. ഈ ഇന്ന് നിയാസിന്റെ വീട്ടിൽ പോയിരുന്നു. പോയിരുന്നു. ആരെ കാണാൻ? എന്തായാലും നിയാസിനെ അല്ല. പിന്നെ ആരെ കാണാനോടി? അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലുള്ള ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം അറിഞ്ഞാ കൊള്ളാം. വാക്കുകൾ കൊണ്ട് സർക്കസ് കാണിക്കാൻ കഴിയുന്ന ഒരു കേമത്തെയാണ് ഈ എന്ന് എനിക്കറിയാം. ഒരു കാര്യം ഈ മനസ്സിലാക്കിക്കോ, നിന്റെ ഉമ്മ മനസ്സ് വേദനിച്ചുകൊണ്ട് ഈ പാടി ഇറങ്ങി പോകാനുള്ള കാരണക്കാരത്തി ഈയാണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്. എത്രയും പെട്ടെന്ന് നിന്റെ ഉമ്മ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് നിന്റെ മനസ്സിന്നും പാടി ഇറങ്ങി പോകാൻ തയ്യാറായിക്കണേ ഈ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പെണ്ണുങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങളെന്താ തമാശ കളിക്കുക? കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടം പോലെ ഒരു തോന്നലിന് വാങ്ങാനും മറു തോന്നലിന് വലിച്ചെറിയാനുള്ളതാണോ പെണ്ണ്? വീട്ടുജോലികൾ ചെയ്യാനും കുട്ടികളെ പെറ്റുകൂട്ടാനും മാത്രമുള്ള ഒരു മിഷനാണോ പെണ്ണ്? അങ്ങനെ ഒരുത്തിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതുകൊണ്ടും അതുപോലെ ആവാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല എന്നതുകൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ എന്താ എന്നോട് വേദാന്തം പറയാ? ആരുടെയൊക്കെയോ ചെവിയിൽ ഇതൊക്കെ ഓതിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും മനുഷ്യ സ്നേഹം എന്നൊരു സംഗതി അതെങ്കിലും കാണിക്കണം ഒരൽപ്പം. പക്ഷെ നിങ്ങൾക്കൊന്നും അങ്ങനെയൊന്ന് അറിയുകയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും ഇങ്ങനെയൊക്കെ ആവാനേ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന മഹത് പദവിയിൽ നിന്നും എന്നെ പിരിച്ചുവിടുന്ന കാര്യം അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാലാകാലം നിങ്ങളെ ഭാര്യാ പദവി അലങ്കരിച്ചോളാന്ന് ഞാൻ നേർച്ചൊന്നും നേർന്നിട്ടില്ല. പിന്നൊരല്പം അമർഷം തോന്നും എന്റെ വീട്ടുകാരോട്. ഭർത്താവ് മരിച്ച എന്നെ ഒരു മരിച്ച ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അയച്ചതിലുള്ള അമർഷം. അല്ലാതെ ഒരു സങ്കടം എനിക്കുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ തരാം. എന്തിനാ റസിയെ കാണാൻ പോയതെന്ന്. ഗർഭിണിയായ ഒരു അയൽക്കാരിയുടെ വിശേഷം തിരക്കാൻ പോയതാണെന്ന് പറഞ്ഞാ നിങ്ങൾ ഞെട്ടുവോ? അവൾക്കിപ്പോ മാസം 3. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്തായാലും വിധി അതിന്റെ വഴിക്ക് നടക്കട്ടെ. നാളെ ഉമ്മ തിരികെ വന്നില്ലെങ്കിൽ ബന്ധം മുറിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി അഥവാ ഉമ്മ വന്നാലും ഞാൻ അതിന് തയ്യാറാ. പക്ഷെ ഒരു കാര്യം, എന്നെ കച്ചവടാക്കുമ്പോ നിങ്ങൾ വാങ്ങിയത് മുഴുവനും എന്റെ ഉപ്പാനെ തിരിച്ചേൽപ്പിക്കണം. ഒപ്പം നിന്നിരുന്ന മകനും കൂടി എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഈ മനസ്സിലാക്കണം കദീശ. ഒക്കെ വരുത്തി വെച്ചിട്ട് അവസാനം നിന്ന് മോങ്ങിയത് കൊണ്ടൊന്നും കാര്യങ്ങൾ വൈക്കി നീങ്ങൂല. ഓർമ്മ വെച്ച കാലം മുതൽ ഈ എന്റേതെന്നല്ല ഒരാളുടെ വാക്കും കേൾക്കുക അനുസരിക്കുകയും ചെയ്തിട്ടില്ല. അനക്കെന്റെ വഴി, ഈ പിടിച്ച മുയലിന് മാത്രം 3 കൊമ്പ്. തെറ്റും ശരിയും വേർതിരിച്ച് കാണാനും മറ്റുള്ളവരോട് നല്ല 2 വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാനും അനക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊട്ടിനി കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇനി അങ്ങനെ വല്ല അത്ഭുതവും സംഭവിച്ചാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും 1 മുതൽ കെട്ടിപ്പടുത്തോണ്ട് വരാൻ. എനിക്കൊന്നും വേണ്ട. ആ വീടുമായിട്ട് എനിക്ക് ഇനി ഒരു ബന്ധം വേണ്ട. സ്വത്ത് മുതലൊക്കെ ഓനും അവന്റെ പെണ്ണും കൂടി തിന്നോട്ടെ. ഞാനിവിടെ എവിടെങ്കിലും കഴിഞ്ഞു ഓടിക്കോളാം. ഈ എന്നെ ഇറക്കി വിടില്ലാന്ന് എനിക്കറിയാം. അതെന്റെ വെറും തോന്നലാണ് കദീസ. വിരുന്ന് വന്നിട്ട് 1-2 ദിവസം നിന്നിട്ട് പോണ പോലെ കാലാകാലം എനക്കവിടെ കഴിയാൻ സൗകര്യം തീരല്ല കദീസ. പോരാത്തതിന് ഞങ്ങൾക്ക് ഈ പോരും കുന്നായ്മൊന്നും പരിചയല്ല. അക്കാര്യത്തില് അന്നൊരു ടീച്ചറായി സ്വീകരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്താ വലിയ കാക്ക ഒരുമാതിരി കളിയാക്കണ വർത്താനം പറയണത്? മോളിവിടെ വാ. ഇതെന്തിനാന്നറിയോ?
ആവശ്യമില്ലാത്തതിൽ കയറി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തേന്. ഇനി മേലാൽ എന്റെ നാവ് പൊങ്ങിയ ഓടി മുറിയില്. ആ ഇനി ഈ പറയും. അനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, എനിക്ക് ആങ്ങളെയും ബന്ധുക്കളൊക്കെ വേറെ ഉണ്ടല്ലോ. അങ്ങോട്ട് ചെല്ല്, എന്നെ ആഘോഷമായിട്ട് സ്വീകരിക്കും. ആദ്യം ആലിക്കുട്ടിന്റെ അടുത്തേക്ക് തന്നെ ചെല്ല്, അത് കഴിയുമ്പോ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലും. എന്റെ പൊന്നാര പെങ്ങളെ, എരുതിയിൽ എണ്ണൊഴിക്കാനും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കാനും മാത്രമായിട്ട് നടക്കണവരാ ഈ പറഞ്ഞ കൂട്ടരൊക്കെ. സ്വന്തം കാര്യം മാത്രമേ അവർക്കൊക്കെ നോട്ടുള്ളൂ. എന്റെ വിഷമം അനക്ക് മാത്രമേ മനസ്സിലാവൂ. അവർക്കത് തമാശയായിരിക്കും. എന്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം ഇന്ന് രാത്രി ഞാൻ എന്നെ ഇറക്കി വിടുന്നില്ല. ചിന്തിക്കാൻ ഇനിയും നിനക്ക് സമയമുണ്ട്. നേരം വെളുക്കോളം സമയമുണ്ട്. വേണമെങ്കിൽ ഉറക്കൊഴിച്ചിരുന്ന് ചിന്തിച്ചോ. പക്ഷേ നാളെ രാവിലെ എനിക്കൊരു മറുപടി ഇടണം. നല്ല മറുപടിയാണെങ്കിൽ നിനക്ക് നല്ലത്. മറിച്ചാണെങ്കിൽ രാവിലെ വെറുതെ എന്നെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഇക്ക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കണ്ണു നനയ്ക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോ ഈ കണ്ണു നിറഞ്ഞു കാണുമ്പോ ചെറിയൊരു സന്തോഷം. കാരണം നന്മയുടെയോ കുറ്റബോധത്തിന്റെയോ ചെറിയൊരു അംശം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു മുമ്പ് വരെ നിങ്ങൾ കണ്ട ഷായനെ അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഷായനെ ശരിക്കും ഇങ്ങനെയാണ്. എന്റെ വീട്ടിൽ പോലും ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ എങ്ങനെ ആക്കിയതാണ്. എനിക്ക് ഈ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കണമെന്നും നന്നായി പെരുമാറണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു അവസരം നിങ്ങൾ എനിക്ക് തരണ്ടേ? നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം, ഇതൊക്കെ ഇങ്ങോട്ട് തന്നാലല്ലേ എനിക്കത് തിരിച്ചും തരാൻ പറ്റൂ. ഞാൻ ഈ വീട്ടിൽ ഓരോ വാക്ക് മറുത്ത് സംസാരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന മാനസിക വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ വേദന തീർക്കാൻ ആരും കാണാതെ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം കരഞ്ഞിട്ടുണ്ട്. വിവാഹം ആലോചിച്ചപ്പോഴും ഇവിടെ വന്ന് കയറിയ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് നിങ്ങളോട് സഹതാപമായിരുന്നു. ഭാര്യയുടെ കൊള്ളരുതായ്മ കൊണ്ട് രണ്ടാം കെട്ടുകാരനാവേണ്ടി വന്ന ഒരു പാവാണല്ലോ എന്നതോർത്ത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ക്രമേണ മനസ്സിലായപ്പോ എന്റെ ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലായി. റസി ഒരു പാവമാണെന്നും സ്വഭാവത്തിന്റെ പേരിലല്ല പണത്തിന്റെ പേരിലാണ് റസിയെ ഒഴിവാക്കിയതെന്നും എനിക്ക് മനസ്സിലായി. അവളുടെ ഉമ്മയാവാനുള്ള കഴിവിനെയും നിങ്ങൾ ചോദ്യം ചെയ്തു. അവിടെയും നിങ്ങൾക്ക് പിഴച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ അവളോട് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ ഡൈവോഴ്സ്. അതുകൊണ്ട് അവൾക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. അയൽപക്കത്തെ ഭാര്യയായി റസി എത്തിയപ്പോ നിങ്ങൾക്കുണ്ടായ പേടിയും വൈരാഗ്യവും എനിക്കില്ലെന്നും പകരം സ്നേഹം മാത്രമേ ഉള്ളെന്നും തെളിയിക്കാനാണ് ഞാൻ ഇന്ന് അവിടെ പോയത്. അതിന്റെ പേരിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് ഈ പരുവത്തിൽ എത്തിച്ചതിൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ബന്ധം പിരിയുന്ന കാര്യം, അങ്ങനെ ഒരു വാക്ക് ഞാൻ നിവൃത്തിയോടുകൊണ്ട് പറഞ്ഞു പോയതാ. മാപ്പ്. ഒരു കാര്യം ആലോചിക്കുമ്പോ നമ്മൾ തുല്യ ദുഃഖിതരാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെയായിരുന്നു, നിങ്ങൾക്ക് ഭാര്യയെ. പക്ഷെ നമ്മൾ ഒന്നിച്ചപ്പോ നമ്മൾക്കിടയിൽ സ്നേഹമില്ലാതായി. ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, ഞാൻ തയ്യാറാണ് നിങ്ങളുടെ നല്ല ഭാര്യയായി ജീവിക്കാൻ, നിങ്ങളുടെ ഉമ്മാക്ക് നല്ലൊരു മരുമോളായി ജീവിക്കാൻ. ഞാൻ കാരണല്ലേ ഉമ്മ പോയത്. അതുകൊണ്ട് ഉമ്മയെ തിരികെ വിളിക്കാൻ ഞാനും വരാം. മനസ്സറിഞ്ഞു വിളിച്ചാ ഉമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല.
ഇത്രയും കാലത്തിനിടയ്ക്ക് ഉമ്മ പോലെ എന്നെ തല്ലിയിട്ടില്ലല്ലോ. എന്നെ വെല്ലിക്കാക്ക് തല്ലിയപ്പോ ഒരു വാക്ക് ഉമ്മ മിണ്ടിയ. അനക്ക് വേദനിച്ചോ? പിന്നല്ലാതെ. ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ നടക്കൂ. നമുക്ക് തിരിച്ചു പോണം, നാളെ തന്നെ. എന്നിട്ട് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇക്ക, ഉമ്മ, ഇക്ക. ഉമ്മ മാറില്ല. ഉമ്മ, ചായ. കൊണ്ടുപോടി എന്റെ ചായ. ഇങ്ങനെ കരയരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഈ കണ്ണീരിന്റെ ഉത്തരവാദിത്തം എനിക്ക് കൂടിയുണ്ട്. എന്നാലും ഈ സങ്കടം കാണുമ്പോ വല്ലാത്തൊരു ഞാനുണ്ട് കൂടെ. എന്താ ഉമ്മ ഉള്ള ചായ തരല്? ഒക്കെ സോപ്പിങ്ങാ. ഉമ്മ അതിലൊന്നും വീഴണ്ട, പഴയ പോലെ നിന്നാ മതി. ഈ ഒന്നിങ്ങോട്ട് വാ. എന്താ ഉമ്മ? മോളെ, എന്തൊക്കെയോ കുറെ കാര്യങ്ങള് നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുക. ഉമ്മ, അതെ, എനിക്കൊരു പുതിയ ജീവിതം വേണം. എനിക്കൊരു ഉമ്മയാവണം. എന്റെ മക്കള് കല്യാണം കഴിച്ചതോടെ ഞാൻ എല്ലാ വേഷങ്ങളും കെട്ടിയാടി. പക്ഷേ ഒരു യഥാർത്ഥ ഉമ്മയുടെ വേഷം മറന്നുപോയി. എന്നിട്ട് എന്ത് നേടി? നമ്മളോട് ചിരിക്കുന്നവര് പോലും ഉള്ളിൽ വെറുപ്പ് മറച്ചു പിടിക്കുന്നവരാണെന്ന കാര്യം ഇപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു. നീയും ഞാനും ഓരോ ദിവസം പറഞ്ഞു കൂട്ടിയ കളവുകൾ നമ്മളെ നശിപ്പിക്കുകയായിരുന്നുവെന്ന് എന്തുകൊണ്ടാ മോളെ നമ്മൾ തിരിച്ചറിയാതെ പോയത്? എന്റെ ചോരയിൽ പിറന്ന് എന്റെ സ്വന്തം മക്കളുടെ ഭാര്യമാരെ എന്തിനാ നമ്മൾ ശത്രുക്കളായി കണ്ടത്? എനിക്കറിയില്ല. ഒരു കാര്യം ഈ മനസ്സിലാക്കണം, സ്നേഹം കൊടുക്കണവർക്ക് അത് തിരിച്ചു കിട്ടാനും അർഹതയുള്ളൂ. ഇത്രയും കാലം നമുക്കത് കിട്ടിയില്ലെങ്കിൽ കുറ്റം പറയേണ്ട നമ്മളെ തന്നെയാ.
മോളെ, ഈ ഉമ്മ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എന്നെ ഒരു ചീത്ത സ്വഭാവക്കാരിയാക്കിയ ഈ പഴയ ഉമ്മയെ മറക്കണം. എന്റെ മുഖത്ത് സ്നേഹപ്രകടനങ്ങൾ വരുത്താൻ എനിക്ക് കഴിയൂല. ഇന്നു മുതൽ ഞാനൊന്നിനുമില്ല. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. മനാഫിനോടും ഷാഹിനാനോടും എനിക്കൊരു വെറുപ്പുമില്ല. ഈ വൃത്തികെട്ട ഉമ്മക്ക് പുറത്തു തരണമെന്ന് ഷാഹിനാനോട് ഈ പറയണം. കൂട്ടത്തില് പഴയ ഉമ്മ മരിച്ചു പോയെന്ന് മൻസൂറിനോടും സലീനാനോടും ഈ പറയണം. ഓരൊക്കെ എന്നെ വെറുത്തുപെടുന്ന് ഇറങ്ങിപ്പോയവരാണ്. ഇപ്പൊ എനിക്കതിൽ ദുഃഖമില്ല. പക്ഷെ എന്റെ ഈ മോള് എന്നും ഈ ഉമ്മാന്റെ കൂടെ ഉണ്ടാവണം. ഉമ്മാന്റെ ഏറ്റവും നല്ല മോളായിട്ട് ഈ ഉമ്മാക്ക് തെറ്റുപറ്റാതെ കാത്തു സംരക്ഷിക്കുന്ന കാവൽക്കാരിയായിട്ട് ഉമ്മ. എന്റെ പൊന്നു മോള്, ഉമ്മാനോട് പൊറുക്കണം. വേണ്ട ഉമ്മ, അങ്ങനെയൊന്നും പറയല്ലേ. ജീവിതത്തിലുണ്ടാവുന്ന ഓരോ നന്മകളും പടച്ചോൻ തരുന്നതാണ് വിശ്വസിക്കുന്നവളാ ഞാൻ. ഇതും അങ്ങനെ തന്നെയാ. ഉമ്മയുടെ നാവ് കൊണ്ടുള്ള മോളെ എന്നുള്ള വിളി, അത് മതി എനിക്ക്. ഉമ്മാന്റെ പൊന്നു മോളെ. ഉമ്മ, ഇന്നോളം ഞാൻ ഉമ്മയിലൂടെയാണ് ലോകം നോക്കി കണ്ടിരുന്നത്. ഉമ്മയുടെ ശരികളെല്ലാം എന്റെയും ശരികളായി ഞാൻ സ്വീകരിച്ചു. പക്ഷേ ആ ശരികളിലെ തെറ്റുകൾ കണ്ടെത്താൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചില്ല എന്നതായിരുന്നു ശരി. ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് നല്ലൊരു ഉമ്മയെ കിട്ടിയല്ലോ. ഇത്താത്ത, ഉമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ നിങ്ങളോടൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പുറത്തു തരണം. ഇനി എന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഷാഹിന, എവിടെ പോയി കാണാൻ കിട്ടില്ലല്ലോ. സുഖല്ലേ? ആ, സുഖം തന്നെ. അങ്ങനെ പോകുന്നു. ആ, ശരി. ഓക്കെ ബൈ. ഞമ്മക്ക് ആ ഗേറ്റിന്റെ ഇപ്പുറത്ത് നീന്തി നോക്കാം. ആ, അങ്ങനെ തന്നെ. അതല്ല ഐഡിയ. ഏ? മനാഫല്ല അത്. ആ ആ ആ ആ മനാഫേ, ആ, നിക്കവിടെ. എന്താടോ കുറച്ച് ദിവസമായിട്ട് ഒരു വിളിയും തെളിയൊന്നും ഇല്ലല്ലോ? ആന്റെ ഉമ്മാക്ക് ഇപ്പൊ ഞമ്മളൊന്നും കണ്ണുപിടിക്കണില്ലേ? അതെന്ത് വർത്താനക്കാക്ക, നിങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കുവോ? നിങ്ങളങ്ങോട്ട് ചെല്ലി. ഞാൻ എന്താ ഒരു സാധനം കൂടി വാങ്ങിട്ട് ഇപ്പൊ വരാം. നിങ്ങളൊന്ന് ചെല്ലി. എളാപ്പാ, ചെല്ലി ചെല്ലിട്ടാ. നമ്മള് വിചാരിച്ച മാതിരി ഓനൊരു മാറ്റില്ല എന്നാ മൂപ്പര് പറയണേ. ഇനി കദീസാന്റെ അവസ്ഥ എന്താണാവോ?
പേടിക്കണ്ട, ആ, ഓളൊന്നും മാറൂല. ആ. ഞമ്മള് മകളെ അതാ നമുക്കൊരു സമാധാനം. ധൈര്യമായിട്ട് ആരും ആ ഇക്ക ഒന്ന് പുറത്തേക്കൊന്ന് വാ. ആ ഏ അല്ല ഈ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? ബാക്കില്, വീടിന്റെ ബാക്കിലേക്ക് വാ. ആ എന്താ ഇവിടുന്ന് എത്ര ബാക്കാണുള്ളത്? കണ്ടില്ലല്ലോ. കാണാക്കട്ടെ. കണ്ടാ തന്നെ ഞാൻ ആദ്യോടാ നിങ്ങൾ ഓടിയാ മതി. അതിന്റെ മുമ്പ് ഓടല്ലേ. ഹലോ, നോക്ക് നോക്ക്. ഇവനാ എന്താടാ എന്താടാ അമ്മമാരെ എളപ്പനെ കളിയാക്ക മൻസൂറിന്റെ ശബ്ദത്തിൽ മിമിക്രി കളിക്കടാ. ആഹാ അതെ, ഇവൻ അങ്ങനെ വിട്ടാ പറ്റൂല. അതെ, ഇതുവരെ ഈ മൻസൂറിനെ കണ്ട് നമ്മൾ ഓടുന്ന പോലെ തന്നെ ഇവനെയും കണ്ടാ ഓടേണ്ടി വരും. ഉറപ്പല്ലേ? നമ്മളെ ജീവിതകാലം മുഴുവൻ ഓടണം. തന്നെ. ഈ വഴിക്ക് വരാനേ കൂടൂല. ശരിയാ. അതുകൊണ്ട് ഇവന് 2 കൊടുക്കണം. എന്താ കൊടുക്കല്ലേ? കൊടുക്കണേ. നല്ല കൊടുക്കണം. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ കാണുമ്പോ നിങ്ങൾ ഈ മരണപാച്ചിൽ നടത്തുന്നതേ എന്തിനു വേണ്ടിട്ടാ? അതിപ്പോ എന്തിനു വേണ്ടിട്ടാ? പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതൊരു ശീലമായി പോയി അല്ലേ? എന്നല്ലേ? കാരണം ഞാൻ പറയാം, ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നുള്ള ബോധമാണ് നിങ്ങളെ ഇങ്ങനെ ടോടിക്കുന്നത്. നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടതോ അതന്നെ. നല്ലത് പറഞ്ഞു തരികയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മാമാരെ എളാപ്പേരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആന്റെ ഉമ്മ ഞങ്ങളോട് ഇങ്ങനെ പറയൂല്ലോ. പറയൂ, ഇനി ഞാൻ പറയും. ഇത് പറയണത് പഴയ ആ കദീസയല്ല. കുനിട്ടും കുന്നായ്മ ഇല്ലാത്ത മനസ്സുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് വരാം. ഇല്ലെങ്കിൽ ഗേറ്റ് അടച്ചിട്ടില്ല, പുറത്തേക്ക് പോവാ. വേഗം വിട്ടോളി മുന്നില്. കൂടെ പോയി അവിടേക്ക് കാണുമ്പോഴേക്ക് ഈ വീടിന്റെ പഴയ ഉടമല്ല. എത്രയാണ്? നയ്യ വിട്ടോ. കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും മനസമാധാനത്തോടെ ഭാര്യ വീട്ടിലൊന്നും വന്ന് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അതിനൊരുങ്ങി വന്നതാ. ആ അമ്മമാരും ഇളപ്പാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉള്ള മനസമാധാനം പോയി. പിന്നെ ഞാൻ വന്നത് വേറെ സംഗതി കൂടി പറയാനാ. ഇന്നാള് പറഞ്ഞ മാതിരി ഒന്നല്ല. നമ്മളെ ഫൗസിയാനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഓളെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞേക്കണം. മുമ്പ് ഞാനൊക്കെ ഒരു ആലോചന കൊണ്ടൊന്ന് തൂറ്റിപ്പോയി. അതിലെനിക്ക് ഭയങ്കര പക്ഷാഘാതമുണ്ട്. ഇത് അതിനുള്ള ഒരു പ്രതിവിധിയാ. നല്ല അടിപൊളി ചക്കനാ. ഓനെ കണ്ടാൽ നിങ്ങൾ വിടൂല. ഇതാ നോക്കി. എങ്ങനെയുണ്ട്? ഇതാ നിങ്ങളും കൊണ്ടോളി. എന്താ നിങ്ങൾ അഭിപ്രായം പറയാത്തത്? കുടുംബത്തുകാരി വൃത്തിയായിട്ട് കാണിക്കുന്നോ? അതെ അതെ, ഫോട്ടോ മാറിപ്പോയി. കുട്ടിയൊക്കെ വേണ്ടി വാങ്ങിയതായിരുന്നു. ദാ ഇതെങ്ങനുണ്ട്? നിങ്ങളെ അഭിപ്രായം എന്താ?
അപ്പൊ ചെക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എളാപ്പി അമ്മമാരൊക്കെ പോയിട്ട് നമുക്ക് വിശദമായിട്ട് ആലോചിക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ അകത്തേക്ക് വരി. വരി. കണ്ടില്ലേ, സംഗതി ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും പറ്റും.